ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ കുമാരി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നത് കരുതുന്നു. എല്ലാവർക്കും ആയുരാരോഗ്യ സൗഖ്യം ജഗദീശ്വരൻ നൽകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇന്ന് നമ്മുടെ 28 ദിവസത്തെ മാജിക് പ്രാക്ടീസിൻ്റെ ഇന്ന് 17ാമത്തെ ദിവസമാണ്. അപ്പോൾ ഇന്ന് എല്ലാവർക്കും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ് നമ്മളിന്നിവിടെ പറയുന്നത്. ഒരു മാജിക് ചെക്ക്. യൂണിവേഴ്സിൽ നിന്നും നമുക്ക് എങ്ങനെ ഒരു മാജിക് ചെക്ക് എടുക്കാം. യൂണിവേഴ്സിൻ്റെ കൃതജ്ഞതാ ബാങ്കിൽ നിന്ന് നമുക്കൊരു മാജിക് ചെക്ക് എഴുതിയെടുക്കാം. അതായത് പണത്തിനെ നമ്മളിലേക്ക് ആകർഷിക്കാം. എങ്ങനെ പണം നമ്മളിലേക്ക് ആകർഷിച്ചെടുക്കാം അതിനെക്കുറിച്ചാണ്. ഇന്ന് പണം എല്ലാവർക്കും അത്യാവശ്യമുള്ളൊരു കാര്യമാണ് അല്ലേ. പണമില്ലാതെ ഒരു കാര്യങ്ങൾ നമുക്ക് നടക്കില്ല. എല്ലാവർക്കും ഒരു ദിവസത്തിൽ ധാരാളം പണത്തിൻ്റെ ആവശ്യങ്ങളുണ്ട്. അപ്പോൾ പണം എങ്ങനെ നമ്മളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കാം എന്നതിനെക്കുറിച്ചാണ് നമ്മളിന്ന് പറയണത്. അപ്പോൾ ഒരു മാന്ത്രികത ഈ പ്രപഞ്ചത്തിൽ അപ്രതീക്ഷിതമായിട്ടോ യാദൃശ്ചികമായിട്ടോ ഒന്നും സംഭവിക്കുന്നതല്ല. നമ്മളെന്താണോ ചിന്തിക്കുന്നത്, നമ്മളെന്താണോ സംഭവിക്കണമെന്ന് ആഗ്രഹിച്ചാലാണ് അത് നടക്കുന്നത്. നമ്മൾ ആഗ്രഹിക്കാത്തതൊന്നും നമ്മളിലേക്ക് നടക്കില്ല. നമ്മളെ അറിയാതെ നമ്മൾ പല കാര്യങ്ങൾ ആഗ്രഹിക്കുമ്പോഴാണ് അത് നമ്മളിലേക്ക് നടക്കുന്നത്. അപ്പോൾ പണമില്ല എന്ന് നമ്മൾ കരുതി നിരാശപ്പെട്ട് വിഷമിച്ചിരിക്കുകയാണെങ്കിൽ ആ അവസ്ഥ മാത്രമാണ് നമ്മളിലേക്ക് വന്നു ചേരുന്നത്. നമ്മളിലൊരു 10 രൂപയുള്ളെങ്കിൽ നമ്മൾ അതിനെപ്പോഴും ആത്മാർത്ഥമായിട്ട് കൃതജ്ഞതയോടെ ഇരിക്കുക. എൻ്റെ കയ്യിൽ അതെങ്കിലും ഉണ്ടല്ലോ എന്നോർത്ത് നമ്മൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ആ കൃതജ്ഞത പറയുക. നമ്മളെപ്പോഴും അയ്യോ ഇനി എന്ത് ചെയ്യും, പണമില്ല. പണത്തിനെ കുറിച്ച് നമുക്ക് എപ്പോഴും അങ്ങനെയാണ്. അയ്യോ നാളെ എനിക്ക് ഇന്ന കാര്യം ചെയ്യാനുണ്ട്, എന്ത് ചെയ്യും, പണമില്ലല്ലോ, ഇനി എവിടെ നിന്ന് വാങ്ങും, എങ്ങനെ കിട്ടും. ആ വിഷമമാണ് നമ്മുടെ മനസ്സിലെപ്പോഴും. ആ ഒരു ഫീലിങ്ങിലാണ് നമ്മളിരിക്കുന്നത്. അപ്പോൾ ആ ഫീലിംഗ് മാറ്റി സന്തോഷത്തോടെ ഇതെനിക്ക് പറ്റും, ഞാനത് ചെയ്യും, അതെങ്ങനെയെങ്കിലുമൊക്കെ നടക്കുമെന്നുള്ളൊരു മനസ്സുള്ളവർക്ക് ആ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നമ്മളെപ്പോഴും ഒരു പേടി, ഭയമാണ്. പണം എന്ന് പറയുമ്പോൾ തന്നെ അയ്യോ അതെങ്ങനെ കിട്ടാനാണ്. അല്ലെങ്കിൽ നമ്മൾ പണക്കാരെ കുറിച്ച് ആലോചിക്കുമ്പോൾ നമുക്കൊരു വിഷമമാണ്. അവർക്കൊക്കെ പണമുള്ളവരാണ്, നമ്മൾ പണമില്ല, നമുക്കതെങ്ങനെ കിട്ടും, അവർക്കൊക്കെ ഉണ്ട് എന്നുള്ളൊരു ആ ഒരു ഫീലിംഗാണ്. അപ്പം മനസ്സിൽ നമ്മൾ അതൊക്കെ മാറ്റിയിട്ട് നമ്മുടെ കയ്യിൽ ഉള്ള പൈസയ്ക്ക് നമ്മൾ നന്ദി പറഞ്ഞ് നമ്മൾ ചെയ്യുമ്പോൾ നമ്മളിലേക്ക് ആ കൃതജ്ഞത, ആ ഫീലിങ്ങും സന്തോഷത്തിൻ്റെ ഫീലിങ്ങൊക്കെ ഒരുമിക്കുമ്പോൾ നമ്മളിലേക്ക് സമ്പത്തും സമൃദ്ധിയും നമ്മളറിയാതെ തന്നെ പല സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് വന്നു ചേരും. അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പോൾ നമ്മൾ പണത്തിന് ഇങ്ങനെ നന്ദി പറഞ്ഞാൽ കൃതജ്ഞതാലും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഏതെങ്കിലും സാഹചര്യത്തിലൂടെ അപ്പോൾ നമ്മൾ എന്തൊരു സമ്മാനമായിട്ടോ അല്ലെങ്കിൽ നമ്മൾ ശമ്പള വർധനയായിട്ടോ അല്ലെങ്കിൽ നമുക്കൊരു വിലക്കിഴിവ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് പല രീതികളിലൂടെയാണ് നമ്മളിലേക്ക് പണം വരില്ല. അത് നമുക്ക് ഒരുമിച്ചൊരു കുറച്ച് പണം എവിടെന്നെങ്കിലും ഇട്ട് തരുന്നതല്ല നമ്മൾ പറയുന്നത്. പണത്തിൻ്റെ അങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളിലൂടെ. ഇപ്പോൾ നമ്മളൊരു സുഹൃത്തായിട്ട് പുറത്ത് പോയി നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ അവർ പറയണം അയ്യോ ഞാൻ ബില്ല് കൊടുക്കാമെന്ന് പറയുമ്പോൾ അത് നമ്മളിലേക്ക് കുറച്ച് പൈസ വന്ന് ചേരണം. നമുക്കൊരു ഡ്രസ്സ് എടുക്കാൻ പോയി അവിടെ നിന്ന് നമുക്ക് കുറച്ച് വിലക്കിഴിവിന് കിട്ടുമ്പോൾ അത് നമ്മളിലേക്ക് വന്ന് ചേരണം ആ പണം. അങ്ങനെയൊക്കെ പല പല മാർഗ്ഗങ്ങളിലൂടെ നമ്മളിലേക്ക് ഏതെങ്കിലും സാഹചര്യത്തിലൂടെ നമുക്ക് പണം കിട്ടും. നമ്മളിപ്പോൾ ശമ്പളം നമ്മുടെ വർദ്ധിച്ചു, അപ്പോൾ നമുക്ക് അതൊരു ലാഭമല്ലേ. നമുക്ക് എന്തെങ്കിലും റീഫണ്ട് ചെയ്തു അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാധനങ്ങൾ ഇതൊക്കെ നമ്മളിലേക്ക് വന്നു ചേരുന്ന പണമാണ്. അപ്പം അങ്ങനെ നമ്മളുള്ള പണത്തിന് നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏതെങ്കിലും രീതിയിലൂടെ പല സാഹചര്യങ്ങളിലൂടെ നമ്മളിലേക്ക് പണം നമ്മളറിയാതെ തന്നെ വന്നു ചേരും. അപ്പം നമ്മളെ സന്തോഷം, കൃതജ്ഞത, നമ്മൾക്ക് ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ കിട്ടുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമല്ലേ. എന്തെങ്കിലും കാര്യങ്ങൾ ഒരു സമ്മാനം എന്തെങ്കിലും കിട്ടുമ്പോൾ ഒരുപാട് സന്തോഷം ഉണ്ടാവും, നന്ദി ഉണ്ടാവും. നമ്മളെപ്പോഴെങ്കിലുമൊക്കെ സന്തോഷവും നന്ദിയും ഒക്കെ അനുഭവിച്ചിട്ടുള്ളതിൻ്റെ റിസൾട്ട് നമുക്കിപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കും. നമ്മളറിയാതെ എന്തെങ്കിലുമൊക്കെ നമ്മൾ നന്ദി പറഞ്ഞു അല്ലെങ്കിൽ ഒരു സന്തോഷം അനുഭവിച്ചിട്ടില്ല, അത് നമുക്കിപ്പോൾ റിസൾട്ട് കിട്ടണം. അപ്പം നമ്മളെപ്പോഴെങ്കിലുമൊക്കെ ചെയ്തതിൻ്റെ ഫലമാണ് നമുക്ക് ഇപ്പോൾ കിട്ടുന്ന ഓരോ ഇതുകളും. അപ്പോൾ ഇന്നത്തെ പരിശീലനത്തിൽ നമ്മൾ ചെയ്യുന്നത് നമ്മളങ്ങനെ നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മളിലേക്ക് നമ്മളൊരു കാന്തിക ശക്തിയായിട്ട് മാറണം. അപ്പോൾ നമ്മളെല്ലാത്തിനും നമ്മൾ കൃതജ്ഞത പറയുക, നമ്മളെ പണത്തിനും സാഹചര്യം കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും. അപ്പോൾ ഇന്നത്തെ പരിശീലനം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ മാന്ത്രിക ചെക്ക് എങ്ങനെ എഴുതിയ യൂണിവേഴ്സിൽ നിന്ന് നമുക്കൊരു പ്രപഞ്ചത്തിലൊരു ബ്ലാങ്ക് ചെക്ക്, മാജിക് ചെക്ക് എഴുതി എടുക്കുകയാണ്. അതായത് നമ്മളൊരു ചെക്ക് എടുക്കുക, എന്നിട്ട് അതിൽ നമ്മുടെ പേരും നമ്മുടെ ഡേറ്റും എഴുതിയിട്ട് നമുക്ക് എത്ര പണം വേണമെന്ന് നമ്മൾ ആ ചെക്കിൽ എഴുതുകയാണ്. ആ ചെക്കിൽ എഴുതി പൂരിപ്പിക്കുക. ചെക്ക് നമ്മൾ ദ സീക്രട്ട് TV ദ മാജിക് ചെക്ക് എന്ന് പറഞ്ഞാൽ അതിൽ നമ്മൾ എഴുതി www.secrettv മാജിക് ചെക്ക് എന്ന് പറഞ്ഞിട്ടുള്ളൊരു വെബ്സൈറ്റിൽ നിന്ന് നമുക്കത് എഴുതിയെടുക്കാൻ പറ്റും, ചെക്ക് എഴുതിയെടുക്കാൻ പറ്റും. അതായത് www.secrettv എന്ന് പറഞ്ഞിട്ട് മാജിക് ചെക്ക് എന്നുണ്ട്. അത് നമ്മൾ ആ സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ എഴുതിയെടുക്കാൻ പറ്റും. അതിനെ എഴുതിയെടുത്തിട്ട് നമ്മളതിൽ ആവശ്യമുള്ള തുക എഴുതിയിട്ട് നമ്മുടെ പേരും നമ്മുടെ ആ ഡേറ്റും എഴുതിയിട്ട് നമ്മൾ ആ പൂരിപ്പിച്ചിട്ട് നമ്മൾ വെക്കുകയാണ്. എന്നിട്ട് നമുക്ക് എത്രയാണോ വേണ്ട പണം എഴുതിയിട്ട് നമ്മൾ എന്ത് ആവശ്യത്തിനാണ് ആ പണം നമ്മൾ ഉപയോഗിക്കുന്നത്,
നമ്മുടെ ആവശ്യം എന്താണ്, നമുക്ക് പല ആവശ്യങ്ങളായിരിക്കാം. അപ്പോൾ ഒരു ആവശ്യമാണെങ്കിൽ ഒരു കാര്യം, നിങ്ങൾക്ക് അത്യാവശ്യമുള്ള ഒരു കാര്യം നമ്മൾ എഴുതുക. അപ്പോൾ അത് നമ്മൾ എഴുതി വെക്കണം. നമ്മുടെ ബുക്കിൽ നമ്മൾ എഴുതി വെക്കാറുള്ള പോലെ നമ്മുടെ ബുക്കിൽ എഴുതുക, എനിക്ക് ഇത്ര പണം ആവശ്യമുണ്ട്. അപ്പോൾ അത് നമ്മൾ ചെക്കിൽ എഴുതുന്നത് നമ്മൾ ബുക്കിൽ എഴുതിയിട്ട് അത് എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരാവശ്യമായിരിക്കാം, ചിലർക്ക് രണ്ടാവശ്യമായിരിക്കാം. അപ്പോൾ അത് എത്രയോ ആവശ്യമാണെങ്കിൽ അത് എഴുതുക. അപ്പോൾ ഏറ്റവും ആദ്യം നമ്മൾ ചെറിയ തുകയിൽ നിന്ന് തുടങ്ങിയിട്ട് എഴുതാൻ പഠിക്കുക. നമ്മൾ ആദ്യം ചെറുതിൽ തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് കൂട്ടി കൂട്ടി കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ എഴുതിയിട്ട് ആ പണം, അപ്പോൾ 2-3 കാര്യങ്ങൾക്കാണെങ്കിൽ ഓരോ കാര്യത്തിനും എത്ര വെച്ചിട്ട് എഴുതിയിട്ട് അതിൻ്റെ കൃത്യം ഒരു കണക്ക് നമ്മൾ എഴുതി വെക്കുക, നമ്മുടെ കയ്യിൽ എഴുതി വെക്കുക, നമ്മുടെ ബുക്കിൽ എഴുതി വെക്കുക. ചെക്കിൽ നമ്മുടെ പേരും ആ ഡേറ്റും തുകയും എഴുതുക, എന്നിട്ട് അതവിടെ വെക്കുക. എന്നിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ എഴുതിയിട്ട് അത് വെക്കുക. എന്നിട്ട് നമ്മളത് മനസ്സിൽ കാണുക, അത് കയ്യിൽ വെച്ചിട്ട് ആ വിഷ്വലൈസേഷൻ ചെയ്യാം. നമ്മൾ എന്താണോ നമുക്ക് വേണ്ടത് അത് നിങ്ങൾ വാങ്ങി അത് ഉപയോഗിക്കും. നമുക്കിപ്പോൾ ഒരു ഡ്രസ്സായിട്ടോ അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോണോ അല്ലെങ്കിൽ നമുക്കൊരു കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ഒരു TV എന്താണ് നിങ്ങൾ വാങ്ങുന്നത് അത് കിട്ടിയതായിട്ട് നമ്മൾ ഫീൽ ചെയ്യുക. ആ കിട്ടിയ സന്തോഷമൊക്കെ അനുഭവിക്കുക, അതിന് നന്ദി പറയുക. അപ്പോൾ നിങ്ങൾ ഓൺലൈനിൽ വാങ്ങണമെങ്കിൽ ആ ഡെലിവറി നടന്നു, അത് കിട്ടുമ്പോൾ ആ സന്തോഷമൊക്കെ അത് ശരിക്കും മനസ്സിലേക്ക് കൊണ്ടുവരിക, ആത്മാർത്ഥമായിട്ട് കൊണ്ടുവരിക. എന്നിട്ട് അതിന് ഫീൽ ചെയ്ത് മനസ്സിലാ സന്തോഷം കൊണ്ടുവന്നിട്ട് അതിന് നന്ദി പറയുക. ഇതാണ് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ. അപ്പോൾ ആദ്യം ചെറുതിൽ തുടങ്ങി ചെറിയൊരു തുക എഴുതുക, വീണ്ടും അത് കിട്ടി കഴിയുമ്പോൾ നമുക്ക് അടുത്ത കാര്യങ്ങൾ എഴുതാൻ പറ്റും. അപ്പോൾ ഒരു മനസ്സിന് ഒരു പ്രചോദനമാണ്. ആ രീതിയിൽ നമ്മൾ ചെയ്തിട്ട് ഈ ചെക്ക് നമ്മൾ പൂരിപ്പിച്ചെടുക്കുക. പിന്നെ ഈ ചെക്ക് നമ്മൾ എന്ത് ചെയ്യണം, ഇത് കഴിഞ്ഞ് നമ്മളത് എപ്പോഴും കാണുന്ന ഒരു സ്ഥലത്ത് വെക്കുക. നമ്മുടെ വീട്ടിൽ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പേഴ്സിൽ എവിടെയാണ് നമ്മളെപ്പോഴും കാണാൻ സാധ്യതയുള്ള സ്ഥലത്ത് വെക്കുക. കാണുമ്പോഴൊക്കെ ഉള്ളിൽ ആ ഫീലിങ്ങും ആ കിട്ടിയ അനുഭവമൊക്കെ നമ്മൾ അനുഭവിക്കുക. പിന്നെ ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു ദിവസത്തിൽ നമുക്ക് 2-3 പ്രാവശ്യമൊക്കെ ഇത് ചെയ്യാം. നിങ്ങൾക്ക് ഏറ്റവും സമയം ഉണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ പല പ്രാവശ്യം നമുക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുന്നതാണ് ഈ മാജിക് പ്രാക്ടീസ് ചെക്ക് എന്ന് പറയുന്നത്, ബ്ലാങ്ക് ചെക്ക് എന്ന് പറയുന്നത്. നമുക്ക് ഇത് നെറ്റിൽ നിന്ന് നിങ്ങളിത് എടുക്കുക. ഇതാണ് ഇന്നത്തെ പ്രാക്ടീസ് എന്ന് പറയുന്നത്. അപ്പോൾ അടിപൊളിയാണ്, എല്ലാവരും സന്തോഷമായിട്ട് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ള തുക അത് ചെറുതിൽ ആദ്യം ചെറിയ തുക എഴുതുക, എന്നിട്ട് പിന്നെ നമ്മളത് കിട്ടി കഴിയുമ്പോൾ വലിയ തുക എഴുതുക. ഇത് മനസ്സിൽ നമ്മൾ ആ ഫീൽ ചെയ്ത് അത് കിട്ടിയ സന്തോഷം ഫീലിംഗ് ഒക്കെ അനുഭവിക്കണം. അപ്പോഴാണ് അതിൻ്റെ റിസൾട്ട് നമുക്ക് കൂടുതലായിട്ട് കിട്ടുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ എന്താ പറഞ്ഞത്, നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ട കാര്യമാണ് നന്ദി, കൃതജ്ഞത പറയുക. പണത്തിന് ഓരോ പണം കിട്ടുമ്പോഴും നന്ദി പറയുക. ഇപ്പോൾ എവിടെയെങ്കിലും കിട്ടുമ്പോൾ നന്ദിയും സ്നേഹവും ഒക്കെ നമ്മൾ മനസ്സിലനുഭവിക്കുക. അത് രണ്ടും കൂടി ചേരുമ്പോൾ നമ്മളിലേക്ക് പെട്ടെന്നൊരു കാന്തിക ശക്തി പോലെ നമ്മളിലേക്ക് അത് വന്നു ചേരും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ പ്രാക്ടീസ്. പിന്നെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ 10 അനുഗ്രഹങ്ങൾക്ക് നന്ദി എഴുതുക, രാത്രി മാജിക് റോക്ക് ചെയ്യുക. പിന്നെ ഈ കാര്യങ്ങൾ, അതായത് നമ്മൾ www.secrettv എന്ന് പറയുന്ന സൈറ്റിൽ നിന്നുള്ള ഒരു മാജിക് ചെക്ക് എഴുതിയെടുക്കുക. ആ സൈറ്റിൽ കയറിയാൽ മാജിക് ചെക്ക് എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് കിട്ടും, അത് എഴുതിയെടുക്കുക. അതിൽ നമ്മുടെ പേരും ഡേറ്റും എഴുതുക. എന്നിട്ട് നമ്മളത് അത് കയ്യിൽ വെച്ചുകൊണ്ട് എത്ര തുക എന്ന് എഴുതിയിട്ട് അത് കയ്യിൽ വെച്ചുകൊണ്ട് നമ്മൾ അത് മനസ്സിൽ കാണുക, അതിന് നന്ദി പറയുക, കിട്ടിയതായിട്ട് ഫീൽ ചെയ്യുക. ഇങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുക. പിന്നെ നമ്മളത് കാണുന്ന സ്ഥലത്ത് വയ്ക്കുക. നിങ്ങൾക്ക് ദിവസത്തിൽ എത്ര തവണ വേണമെങ്കിലും അത് പ്രാക്ടീസ് ചെയ്യാം. ഇതാണ് ഇന്നത്തെ നമ്മുടെ കാര്യം. അപ്പോൾ എല്ലാവരും മാജിക് ചെക്ക് എഴുതിയെടുത്ത് പൈസയൊക്കെ നേടിയെടുത്ത് ഓരോന്നായിട്ട് ചെറുതായിട്ട് എഴുതിയെടുക്കുക. എല്ലാവരുടെ ജീവിതത്തിലും നന്മകളും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യവും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഓക്കെ, താങ്ക് യു വെരി മച്ച്.